കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് വടകരയിൽ നിക്ഷേപകനായ വയോധികൻ തീ കൊളുത്തി ജീവനൊടുക്കിയത്. ഈ ജീവനൊടുക്കാൻ കാരണമായ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് കോടികളുടെ ക്രമക്കേടാണ്. സഹകരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ ഓഡിറ്റ് പരിശോധനയിലാണ് 2.16 കോടി രൂപയുടെ ക്രമക്കേടുള്ളതായി കണ്ടെത്തിയത്. ഇതിനെ തുടർന്ന് ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തിരുന്നു. ഈ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഇബ്രാഹിം ഹാജി പണം തിരികെ ലഭിക്കാതെ ജീവനൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി റിയാസ് ചേരുന്നുണ്ട്. റിയാസ്, ഈ ഒരു സാമ്പത്തിക തട്ടിപ്പ് അല്ലെങ്കിൽ സാമ്പത്തിക തട്ടിപ്പിനിരയായി എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇബ്രാഹിം ഹാജി തീ കൊളുത്തി ആത്മഹത്യ ചെയ്തത്. അതിനെതിരെ രാഷ്ട്രീയപരമായും വലിയ ആരോപണങ്ങൾ ഇന്നലെ ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ, അതുപോലെ തന്നെ അന്വേഷണം, ഈ സാമ്പത്തിക തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ മുതലായവ എന്തെല്ലാമാണ്? ഇബ്രാഹിം ഹാജി ജീവനൊടുക്കിയതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. അതിനിടയിലാണ് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളുടെ വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. നേരത്തെ സഹകരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഇവിടെ ഒരു ഓഡിറ്റ് പരിശോധന നടത്തിയിരുന്നു. ആ ഓഡിറ്റ് പരിശോധനയിൽ 2.16 കോടി രൂപയുടെ ക്രമക്കേടാണ് ഈ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി, കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിൽ നടന്നതായി കണ്ടെത്തിയത്. 2022 ഏപ്രിലിനും 2024 മാർച്ചിനും ഇടയിലാണ് ഇത്രയും വലിയ തട്ടിപ്പ് നടന്നത് എന്നാണ് കണ്ടെത്തിയിരുന്നത്. തുടർന്ന് ഇതിന്റെ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരുന്നു. അങ്ങനെ ഒരു അന്വേഷണം നടന്നു വരുന്നതിനിടയിലാണ് ഇബ്രാഹിം ഹാജി തനിക്ക് തിരികെ ലഭിക്കാനുള്ള പണം തിരികെ ലഭിക്കാത്ത സാഹചര്യത്തിൽ അതിന്റെ മുൻ പ്രസിഡന്റ് കൂടിയായ DCC സെക്രട്ടറി ആയിരുന്ന TV സുധീർ കുമാറിന്റെ വീടിന് മുൻപിലെത്തി വീടിന്റെ വരാന്തയിൽ തീ കൊളുത്തി മരിക്കുന്ന ഒരു സാഹചര്യം, സ്വയം ജീവനെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ നിക്ഷേപകരെ ഇവർ ആകർഷിച്ചിരുന്നത് ആകർഷകമായ ഒരു പലിശയൊക്കെ വാഗ്ദാനം ചെയ്താണ്. അങ്ങനെ അത് വിശ്വസിപ്പിച്ചാണ് നിക്ഷേപകരെ ഇവർ ഇതിലേക്ക് ആകർഷിച്ചിരുന്നത്. ഇബ്രാഹിം ഹാജി അടക്കമുള്ള നിക്ഷേപകർ കൂടുതൽ തുക ഇതിലേക്ക് നൽകാനുള്ള ഒരു കാരണവും ആകർഷകമായ പലിശ വാഗ്ദാനം വിശ്വസിച്ചുകൊണ്ടാണ്. അങ്ങനെ ഇബ്രാഹിം ഹാജിയും ബന്ധുക്കളും 3 വർഷത്തിനിടെ മാത്രം 22 ലക്ഷത്തോളം രൂപയാണ് ഈ ഒരു സൊസൈറ്റിയിൽ നിക്ഷേപിച്ചിരുന്നത്. തുടക്കത്തിൽ ഇതിന് ഇബ്രാഹിം ഹാജിക്ക് ഉൾപ്പെടെയുള്ള നിക്ഷേപകർക്ക് പലിശ ലഭിച്ചിരുന്നു. എന്നാൽ പിന്നീട് പലിശ ലഭിക്കാത്ത സ്ഥിതിയായി. ഇതോടുകൂടിയാണ് ഇബ്രാഹിം ഹാജി പണത്തിനായി സൊസൈറ്റി അധികൃതരെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സമീപിച്ചെങ്കിലും ഒരു അനുകൂലമായ മറുപടി ആയിരുന്നില്ല ലഭിച്ചത് എന്നാണ് ഇബ്രാഹിം ഹാജിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു ആരോപണം. കോൺഗ്രസിനെതിരായ ഒരു ശക്തമായ രാഷ്ട്രീയ ആയുധമായി കൂടി BJPയും CPIയും അടക്കമുള്ള പ്രതിപക്ഷം ഇതിനെ ഉപയോഗിക്കുകയാണ്. ഈ തട്ടിപ്പ് അതേസമയം തന്നെ ഇബ്രാഹിം ഹാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് പരാതിയിൽ നിലവിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അത് തട്ടിപ്പിനെതിരെയുള്ള കേസാണ്. എന്നാൽ ഈ ഇബ്രാഹിം ഹാജി ജീവനൊടുക്കിയതുമായി ബന്ധപ്പെട്ട് സുധീർ കുമാറിനെതിരെ ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കുമോ എന്ന കാര്യം പോലീസ് പരിശോധിച്ചു വരികയാണ്. അതിന്റെ നിയമവശങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഈ സുധീർ കുമാറിനെതിരെ ആത്മഹത്യാ പ്രേരണ അടക്കമുള്ള കാര്യങ്ങൾക്ക് കേസ് രജിസ്റ്റർ ചെയ്യുക. എങ്കിൽ കൂടിയും ഈ ഒരു വിഷയത്തിൽ നരഹത്യക്കുൾപ്പെടെ കേസെടുക്കണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് CPIയും ഒപ്പം തന്നെ BJPയും ഉൾക്കൊള്ളുന്ന പ്രതിപക്ഷം. ശരി റിയാസ്, വടകരയിൽ നിക്ഷേപകൻ സാമ്പത്തിക തട്ടിപ്പിനിരയായി ജീവനൊടുക്കിയ സംഭവത്തിൽ ഇപ്പോൾ കോടികളുടെ സാമ്പത്തിക ക്രമക്കേടാണ് കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിൽ കണ്ടെത്തിയിരിക്കുന്നത്. റിയാസ് KMR ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.